നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാനിടുന്ന വീഡിയോസ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുകാർക്ക് പ്രയോജനമുള്ള, എന്നാൽ പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും കണക്റ്റ് ചെയ്യുവാനും പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ്, അത് എങ്ങനെ നമുക്ക് ലൈഫിലും പ്രയോജനപ്പെടുത്താമെന്നുള്ള കോണ്ടൻറ്റ് വെച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോസിൻ്റെ കൂട്ടും ഇന്നും വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും സെയിൽസ് അല്ല ബിസിനസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡാണ്, ഒരു എക്സ്ചേഞ്ച് പ്രക്രിയയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് പ്രക്രിയയാണ്. അപ്പം നമുക്കൊരു മികച്ച സെയിൽസ്മാൻ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് സെയിൽസ് ടെക്നിക്കുകൾ മാത്രം പോരാ, നമ്മൾ പുറമേയുള്ള വാലിഡേഷൻ മാത്രം പോരാ. വി ഹാവ് ടു ചേഞ്ച് അവർ ഇന്നർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മാറ്റങ്ങൾക്ക് റിസൾട്ടാണ് നമ്മുടെ പുറമേയുള്ള നമ്മുടെ എക്സ്ചേഞ്ച് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു പുതുമയുള്ള ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിമോചകൻ, ലിബറേറ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ വാക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ആരാണ് ഒരു ലിബറേറ്റർ? ആരാണൊരു വിമോചകൻ? ഒരു രക്ഷകൻ അല്ലേ? ആ ഒരു രക്ഷകനെ പറ്റിയൊക്കെ പലപ്പോഴും നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഒരു രക്ഷകൻ വരുന്നുണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ജീവിതത്തെ ബെറ്റർ ആക്കുവാനായിട്ട് ഒരു രക്ഷകൻ ഇല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു തിങ്ക് ലൈക്ക് എ ലിബറേറ്റർ. ഒരു വിമോചകനെ പോലെ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? ഹൗ ടു തിങ്ക് ലൈക്ക് എ ലിബറേറ്റർ. ഒരു വിമോചകനായി മാറുക. ഒരു വിമോചകൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, പലപ്പോഴായിട്ട് നമ്മളുടെ വായനയുടെയും നമ്മുടെ മനസ്സിലാക്കലിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് വിമോചകൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് നമ്മളുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലൈഫിനെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദ ലിബറേറ്റർ ഈസ് വിത്തിൻ. നമ്മുടെ ഉള്ളിലാണ് ആ ലിബറേറ്റർ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് ആ രക്ഷകൻ ഇരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ആഴത്തിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച്, ജീവിതത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച്, ജീവിതം ഒരു പ്രോജക്റ്റാക്കി എടുക്കുന്നവരെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള സൂചനകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏൻഷ്യൻ വിസ്ഡം ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ മതങ്ങൾ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ലിബറേറ്ററെ കുറിച്ച്, രക്ഷകനെ കുറിച്ച്. പക്ഷെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. ആ ലിബറേറ്ററെ കുറിച്ച് അല്ലെങ്കിൽ രക്ഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ നമ്മൾ എന്താണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് യാഥാർത്ഥ്യം. ഈ ബുക്കുകളിലെല്ലാം ആഴത്തിൽ ഹിഡനായിട്ട് ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ആർക്കു വേണ്ടി ഒളിപ്പിച്ചു വെച്ചതാണ്? അത് വിവേകത്തോടുകൂടി ചിന്തിക്കുന്നവന് അൺലോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളവയാണ്. അതായത് നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യമല്ല അതിൻ്റെ അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ
നമുക്ക് കിട്ടുന്ന ആശയം എന്ന് പറയുന്നത് ആ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഉള്ള് നമ്മൾ അന്വേഷിക്കണം, അതിനെ ഡെപ്തിലോട്ട് നമ്മൾ അന്വേഷിക്കണം. എല്ലാ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അതിലൊരു ലിബറേഷനെ കുറിച്ച് പറയുന്നുണ്ട്, വിമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയിൽ, ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ നമ്മളുടെ വിമോചനം നമുക്ക് സാധ്യമാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ കസ്റ്റമറുടെ ലൈഫ് നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിമോചകൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻട്രോസ്പെക്ഷൻ. എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്കുള്ളൊരു പരിശോധനയാണ്. ലുക്ക് വിത്തിൻ. ഒരു ലിബറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സംതിങ് ഔട്ട്സൈഡ്, ഇറ്റ്സ് ലുക്ക് വിത്തിൻ. നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച്, നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു പഠനമാണ് ഈ പറയുന്ന എല്ലാ വേദഗ്രന്ഥങ്ങളും. അതായത് നമുക്ക് ആ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ദാറ്റ് ഈസ് ദ ബേസിക് ക്വസ്റ്റ്യൻ. നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടത് രക്ഷകൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ പറയുന്ന പുസ്തകങ്ങളെ ഉപയോഗിക്കാം. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രപഞ്ചത്തെ പഠിക്കാം. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രകൃതിയെ പഠിക്കാം. ഇതിൻ്റെ എല്ലാം ഉത്തരം എന്ന് പറയുന്നത് ഒന്നാണ്. ഇറ്റ് ടേക്സ് അസ് ടു വൺ. ആ ഒന്നിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ലിബറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിമോചനം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ വ്യക്തികളും ആഴത്തിൽ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് ആ വണ്ണസിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പം ഞാൻ ലിബറേഷനെ കുറിച്ചും ലിബറേറ്ററെ കുറിച്ചും പറഞ്ഞു. വിമോചകൻ എന്താണ്? ആ വിമോചകൻ, നമ്മുടെ ഉള്ളിലെ ആ വിമോചകൻ ആരാണ്? നമ്മുടെ ഉള്ളിൽ ആ വിമോചകനെ നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ മരിച്ചു പോയിട്ടുള്ളതും ജീവിക്കുന്നതും ഇനിയും ജീവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ മനുഷ്യരും they will be in the 3D trap. 3D ട്രാപ്പാണ്. 3D ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാട്രിക്സ്. എന്താണ് മാട്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മാട്രിക്സ്. അതായത് ഒരു ട്രാപ്പാണിത്. 3D. നമ്മുടെ ഒരു ഭൂമിയെക്കുറിച്ചൊരു സങ്കല്പത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയുന്നത്. ഭൂമി എന്ന് പറയുന്നതിന് ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ട്രാപ്പാണ്. 3D വേൾഡ് എന്ന് പറഞ്ഞൊരു ട്രാപ്പാണ്. അവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളെയാണ്. ഇത് ഉള്ളിൽ കിടക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻസൈഡ് ദിസ് മെട്രിക്സ്. ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ എന്താണ്? നമ്മൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോയാൽ, അനുരൂപപ്പെടരുതെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്ത് നമ്മുടെ സെൻസുകൾ കൊണ്ട് കാണുന്നവയാണ് ശരിയെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ 3D മെട്രിക്സ് അല്ലെങ്കിൽ 3D ട്രാപ്പ്. ഇത് ലോകത്തിലെ 5% പേരും മലയാളികളാണെങ്കിൽ 1% പേര് പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് എങ്ങനെയാണ് ഒരു സെയിൽസ്മാന് ഗുണകരമാകുന്നത്, ഇതെങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരന് ഗുണകരമാകുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വിശദമാക്കി തരാം. ഈ 3D മെട്രിക്സിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദ കോൺസെപ്റ്റ് ഓഫ് സോൾ. അതായത് ഈ പറയുന്ന ഭൂമി എന്ന് പറയുന്ന 3D വേൾഡ് ഒരു ഇടുങ്ങിയ ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ
ഇതെല്ലാം ട്രാപ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്, നമ്മുടെ ഒതൻറ്റിക് സെൽഫിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നതാണ്. നമ്മുടെ യഥാർത്ഥ മുഖമാണ് നമ്മൾ എന്ത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ ഒതൻറ്റിക് സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അവർ സോൾ. ഈ സോളിനാണ് എന്ത് ബിസിനസ്സിൽ നമ്മൾ പറയുന്നത് വിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീജിയസ് ടെക്സ്റ്റുകൾ അനുസരിച്ച് സോൾ, ആത്മാവെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് എന്താണ് ബിസിനസ് ഭാഷയിൽ വിഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ എപ്പോഴും അവൻ്റെ ബോഡി പ്ലഷറിനെ കുറിച്ചേ ചിന്തിക്കാറുള്ളൂ. ബോഡി പ്ലഷർ, അതാ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സെൻസസ് ആണ് അവൻ്റെ ചിന്തകൾ. അവൻ ഈ പറയുന്ന 5 സെൻസ് വെച്ചേ ചിന്തിക്കത്തുള്ളൂ. അവന് പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഹി ഈസ് നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡിങ് ഓർ ഹി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പവർ ഓഫ് ദ സോൾ. ബിസിനസ് ഭാഷയിൽ പറഞ്ഞ വിഷൻ. അതായത് നമ്മൾ 95% ലോകത്തിലെ ആളുകൾക്ക് ദേ ഡോണ്ട് ഹാവ് എ വിഷൻ. ദിസ് ഈസ് ട്രാപ്ഡ് ഇൻസൈഡ്. ആ പറയുന്ന 3D മെട്രിക്സിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? സോൾ, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ. വിഷൻ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നവയല്ല. നമ്മൾ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. വി ഹാവ് എ മിഷൻ. ആ മിഷൻ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന കർത്തവ്യമാണെന്ത് നമ്മൾക്കുള്ളത്. ആ കർത്തവ്യം കണ്ടുപിടിക്കേണ്ടേ? അപ്പം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്താണ്, വി ആർ ആക്ച്വലി, കോമൺ മാൻ ഈസ് ആക്ച്വലി ട്രാപ്ഡ് ഇൻസൈഡ്. ഹി ഹാസ് ടു ലിബറേറ്റ് ഹിസ് സോൾ ഓർ വിഷൻ. സോൾ അല്ലെങ്കിൽ വിഷനെ തുറന്നു വിടണം, അതിനെ പുറത്തേക്ക് തുറന്നു വിടണം. അപ്പം നമ്മുടെ സോളിനെ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന ആ ഒരു ലോങ് ടേം കോൺസെപ്റ്റിനെ നമുക്ക് റിലീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് സാധ്യമാകത്തുള്ളൂ? നമുക്ക് ആ പറയുന്ന ഇൻഡ്യൂട്ടീവ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വിഷനുള്ള ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ബിസിനസ്മാൻ ആകുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ ട്രാപ്പിൽ കിടക്കുന്ന സോളിനെ ലിബറേറ്റ് ചെയ്യണം. വി ആർ ആക്ച്വലി ദ ലിബറേറ്റേഴ്സ് ഓഫ് അവർ ലൈഫ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്, വി റെപ്രസെൻ്റ് ആക്ച്വലി നോട്ട് എ പേഴ്സൺ. നമ്മളൊരു വ്യക്തിയെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയല്ല. ആ വ്യക്തി എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി റെപ്രസെൻറ്റിങ് എ ട്രൈബ്. അത് ആ വിഷൻ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരാ പറയുന്ന ട്രാപ്പിൽ നിന്ന് മോചിതനായി അവർക്കൊരു ലോങ് ടേം വിഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നതും അതിലേക്ക് അവരെന്താണ് കുറേ ആളുകളെ കൊണ്ടുവരുന്നു. സമാനമായ ചിന്താഗതിയുള്ള അല്ലെ തന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളെ കൊണ്ടുവരികയും അവരൊരു എംപയർ ബിൽഡ് ചെയ്യുകയുമാണ്. ദാറ്റ് ഈസ് എ ട്രൈബ്. ഞാൻ പറഞ്ഞ ലിബറേറ്റർ അല്ലെങ്കിൽ വിമോചകൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും റെപ്രസെൻറ്റേഷനാണ്. നമുക്കെല്ലാവർക്കും കഴിയും. പക്ഷെങ്കിൽ എന്താ ഞാൻ പറഞ്ഞ കുഴപ്പം എന്താണ്? വി ആർ ആക്ച്വലി ട്രാപ്ഡ് ഇൻസൈഡ് ദ 3D മെട്രിക്സ്. നമ്മൾ പുറമേ കാണുന്ന അല്ലെങ്കിൽ ഭൗതികമായി കാണുന്ന എല്ലാ വസ്തുക്കളും നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടവരാണെന്നുമുള്ള കാര്യം ആണ് എന്ത് നമ്മളെ ആ ട്രാപ്പിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അപ്പം ഇതിൽ നിന്നുള്ള മോചനം ചിന്തിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ മോഡേൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്കൂൾ സെയിൽസ്മാൻ ആകുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ന്യൂ സ്കൂൾ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ് ടൈപ്പ് 6th സെൻസ് ഉള്ളൊരു സെയിൽസ്മാൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് ആ കസ്റ്റമേഴ്സിനോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും. ഇവർക്ക് അൺലിമിറ്റഡ് ആണ്. ഈ സോളിനെ അല്ലെങ്കിൽ വിഷൻ സെറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ദെയർ പവർ എന്ന് പറയുന്നത്, ആ പവർ ടൂൾസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലവ് ആയിരിക്കും. സെൽഫിഷ് ലവ് അല്ല, സെൽഫ്ലെസ് ലവ് ആണ്.
അവർക്ക് ആ പവർ ടൂൾസിനെ ഉപയോഗിക്കാൻ അറിയാം, അവർക്ക് ഫോക്കസ് ഉണ്ട്. അവരൊരു പവർ ടൂളാണ് ഫോക്കസ്. അത് ഫൗണ്ടേഷനാണ്. ഒരു മോഡേൺ തിങ്കിങ് അല്ലെങ്കിൽ ലിബറേറ്റഡ് തോട്ട് പ്രോസസ് ഉള്ളൊരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെക്കുറിച്ച് പഠിക്കുന്നു, ലോകം എന്താണെന്ന് പഠിക്കുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു, ദൈവത്തെ മനസ്സിലാക്കുന്നു, അതിൽ നിന്നൊരു വിമോചകനായി മാറുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വിമോചകൻ ഞാൻ തന്നെയാണ്. ആ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ഞാൻ ഡിസിഷൻ എടുക്കുമ്പോൾ അത് ആ ഹയർ സെൽഫിലുള്ള ഡിസിഷനാണ്. അവൻ്റെ ചിന്താഗതിയിൽ തന്നെ മാറ്റം വരികയാണ്. നമ്മളൊരു സാധാരണക്കാരന് അത് സാധ്യമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വി ഹാവ് ടു തിങ്ക് ലൈക്ക് എ ലിബറേറ്റർ, വിമോചകൻ. ആ വിമോചകൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികളോ അല്ല. ഇറ്റ് കംസ് ഫ്രം അവർ ഇന്നർ സെൽഫ്. ഒരു ഇൻട്രോസ്പെക്ഷനാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എന്തിനു വന്നു, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണ്, ഇതിനൊക്കെ ഒരു ബേസിക് ഉത്തരങ്ങൾ കിട്ടുവാണ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലിബറേഷൻ. അല്ലാതെ ഭൗതികമായി കാണുന്ന എല്ലാത്തിനോടും ഉള്ളൊരു ആർത്തിയല്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. സ്വാഭാവികം. അതായത് വിഷനുള്ള ആളെ സംബന്ധിച്ചും ഇന്നവേഷൻ അല്ലെങ്കിൽ ഇന്നവേറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചും ഭൂമിയിൽ ഒരു ന്യൂ എർത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും ദേ വിൽ ബി ക്രിയേറ്റിംഗ് മെനി തിങ്സ്. അതെല്ലാം വാങ്ങിച്ചു കൂട്ടേണ്ട വ്യക്തിയാണോ? അതായത് വരുന്ന എല്ലാ ചിന്തകളെയും, വരുന്ന എല്ലാ ആശയങ്ങളെയും, വരുന്ന എല്ലാ വസ്തുവകകളെയും സർവീസസിനെയും എനിക്കാവശ്യമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാത്തിനോടും യേശു പറയുക എന്നുള്ളതല്ല. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നോ പറയുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയുടെ പ്രധാന ഒരു ഘട്ടം, നമ്മൾ വളർന്നു എന്ന് പറയുമ്പോൾ, മാനസികമായിട്ട് വളർന്നു എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തുവാനോ കഴിയുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെൻ വി സ്റ്റാർട്ട് ടു സേ നോ. നോ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടം കടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനോടും യേശു പറയുകയല്ല. അപ്പോൾ ഈ 3D വേൾഡിൽ നിന്ന് നമ്മുടെ സോൾ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ, അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ there will be a lot of changes. നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ആ പറയുന്ന ഇൻഡ്യൂട്ടീവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് തോട്ടുള്ളൊരു സെയിൽസ്മാൻ, ന്യൂ ജെൻ സെയിൽസ്മാൻ, ആ പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? നമ്മളിലേക്ക് ലിബറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്തിച്ചേരുന്നതിന് ശേഷം നമ്മൾ എന്താണ്? നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുവാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ക്ലയൻസിനെ അല്ലെ കസ്റ്റമേഴ്സിനെ ഒരു ഫിസിക്കൽ ബോഡി ആയിട്ടല്ല നമ്മൾ കാണുന്നത്. വി സീ ദം ആസ് അവർ റിഫ്ലക്ഷൻ. നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾക്ക് അവരെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഞാൻ എങ്ങനെയാണോ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഗോൾഡൻ പ്രിൻസിപ്പിൾ പോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. ആ ഗോൾഡൻ പ്രിൻസിപ്പിൾ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കുന്നത്. എന്ത് ചെയ്യുന്നത്? എനിക്കെന്താണോ വേണ്ടത്, ഞാൻ ഒരു കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യും എന്നതുപോലാണ് ഈ പറയുന്ന മോഡേൺ ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ സ്കൂൾ എഡ്യൂക്കേഷൻ തോട്ട് പ്രോസസ്സിലുള്ളൊരു സെയിൽസ്മാൻ പെരുമാറുന്നത്. അവരുടെ അപ്രോച്ച് അങ്ങനെയായിരിക്കും, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അവരെന്ത് ചെയ്യും? അവരുടെ ഉദ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കസ്റ്റമറോ ക്ലയൻസിനോട് ഇടപെടുമ്പോൾ ഫിസിക്കൽ സർവീസുകൾ, ഫിസിക്കൽ അല്ലെങ്കിൽ സർവീസസ് ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ, ഇത് നൽകുമ്പോൾ അവരെ എംപവർ ചെയ്യും. അവർ ഹാപ്പിയാണ്, കസ്റ്റമർ സെൻട്രിക്കാണ്, കസ്റ്റമറാണ് അവർക്ക് പ്രാധാന്യം. അവർ കസ്റ്റമറിനെ കിങ്ങായിട്ട് കാണും. കസ്റ്റമറുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്കെല്ലാം ഇവർക്കും തുറന്നു പറയുവാൻ ഒരു മടിയുമില്ല. കസ്റ്റമറോട് ഇവർ ഇടപെടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവർ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. അവർ കസ്റ്റമർക്ക്
ഒരു ഫ്രീഡം, അതായത് ഇവരുടെ കൂട്ട് തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താ ആ റിപ്പിൾ എഫക്റ്റ് അവർക്കുണ്ടാവുകയാണ്. അതായത് കസ്റ്റമർക്ക് വളരെ ഫ്രീ ആയിട്ട് വളരെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്ന് ആര് സ്ഥാപിച്ചെടുക്കുന്നു? ഈ പറയുന്ന നമ്മുടെ ന്യൂജൻ ടൈപ്പ് ഓഫ് സെയിൽസ്മാൻ സ്ഥാപിച്ചെടുക്കുന്നു. അതുകൊണ്ട് എന്താണ് ഗുണം? ഇവരുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് നല്ലൊരു ബന്ധം, ദീർഘകാല ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ കസ്റ്റമറെ നമ്മൾ ആകർഷിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ റീറ്റെയിൽ ടൈപ്പ് ഓഫ് കച്ചവടക്കാർ, ഞാൻ ഫിസിക്കൽ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് പറയുകയാണ്. അവിടെ എപ്പോഴും ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബിഗ് ഷോപ്പിംഗ് മാൾസ്. ഷോപ്പിംഗ് മാൾസ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞത്. ശരിയാണോ? ഈ പറയുന്ന റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ കോൺസെപ്റ്റ് അവർ ചിന്തിക്കുന്നത്. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഈ പറയുന്ന ഒരുപാട് മാളുകൾ വരാം, ഒരുപാട് പുതിയ പുതിയ പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ വരാം, ഒരുപാട് പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരാം, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള വിഷനും ആ വിഷൻ എങ്ങനെ വർക്ക് ചെയ്യാനുള്ള പ്രോസസ്സും അതിനുള്ളൊരു ടീമും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ പേടിക്കണം? ഇത് കുഴപ്പമെന്ന് പറയുന്നത് എവിടെയാ? റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ നാരോ തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോ സെയിൽസ്മാനെ സംബന്ധിച്ചോ അവർക്ക് ഇപ്പം കാണുന്നതാണ് പ്രധാനം. ഇപ്പം കാണുന്നത്, നേരിട്ട് കാണുന്നതാണ് പ്രധാനം. അവർ വൺ ടൈം പർച്ചേസ് മാത്രമേ കസ്റ്റമറിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പറയുന്ന വിഷനുള്ള ആളെന്താ ചെയ്യുന്നത്? വിഷനുള്ള ആള് അവർക്ക് ലോങ് ടൈം കസ്റ്റമേഴ്സാണ് വേണ്ടത്. സമയമെടുക്കും, ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സമയമെടുക്കും, കാത്തിരിക്കാൻ അവർ തയ്യാറാണ്. അവർ ഫൗണ്ടേഷനാണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കെട്ടിടത്തിൻ്റെ പണി നമുക്കറിയാം, ഫൗണ്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൗണ്ടേഷൻ അവർ ഇട്ടുകൊടുക്കും. ആ ഫൗണ്ടേഷനാണ് പ്രധാനം. അവർക്കറിയാം. നമുക്കോ ഈ പറയുന്ന നമ്മുടെ മോടി പിടിപ്പിക്കലുകൾ, നമ്മുടെ ഈ പറയുന്ന കടയിലെ മിനുക്കൽ പണികൾ, അതാണ് ബേസിക് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നും ശാശ്വതമല്ല. വിഷൻ സെറ്റ് ചെയ്യുന്നവനറിയാം, ഒരു വിഷനറിക്ക് അറിയാം, ഒന്നും ശാശ്വതമല്ല. അവന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ദ യൂണിവേഴ്സ് വർക്ക്സ്. അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2 തരത്തിലാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. ഒരു വിഷണറിയെ സംബന്ധിച്ച് 2 കോൺസെപ്റ്റാണ്. യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, ഓൺ ദി അതർ സൈഡ് സം പാർട്സ് ആർ ഷ്രിങ്കിങ്. പ്രപഞ്ചം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു, ചില ഭാഗങ്ങളിൽ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കി വെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ മാളുകൾ സെറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പലപ്പോഴും ആ മാളിലിരിക്കുന്ന വസ്തുവകൾ വിൽക്കുക എന്നുള്ളതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഫ്രാഞ്ചൈസി ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരിക്കാം. പക്ഷെങ്കിൽ മറുഭാഗത്തുള്ളൊരു സാധാരണ റീറ്റെയിലറെ സംബന്ധിച്ച് അവൻ ഇത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട്, നാളെ ഇവൻ വരുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് ഇവൻ കസ്റ്റമറെ ആകർഷിക്കാനുള്ള ഒരു പരിപാടിയും ആസൂത്രണം ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത്? ലോങ് ടേം ഗോൾ ഇല്ല, വിഷൻ ഇല്ല. അതായത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നവയും ചില ഭാഗങ്ങൾ ചുരുങ്ങുകയുമാണ്. ഇത് നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു മനസ്ഥിതി വെച്ച് ഞാൻ പറഞ്ഞു തരാം. അതായത് പലപ്പോഴും എന്താണ്, കടം മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചേരാത്തതായിട്ടുള്ള പല ഫിസിക്കൽ പ്രോഡക്ട്സും തിങ്സും നമ്മൾ വാങ്ങിച്ചു കൂട്ടും. കാറ്, വീട് പണിയുക, ആഡംബരം, ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൂട്ടും. ഒരു എന്താ പറയുന്നത്, ഒരു കൺസ്യൂമർ ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് എല്ലാം എന്ന് വിചാരിച്ച്
ഇപ്പം തീർന്നു പോകുന്നു പറഞ്ഞ് സർവ്വതും വാങ്ങിച്ചു കൂട്ടിയാൽ നാളെ ഇതിന് മൂല്യമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, ചില ഭാഗത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള എല്ലാ വസ്തുവകകളും ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിലയില്ല എന്ന് പറയുന്ന സ്വർണം ഇന്ന് അതിന് വില കൂടുന്നു. ഒരു കാലത്ത് വിലയില്ല എന്ന് പറയുന്ന ബിറ്റ് കോയിൻ ഇന്ന് എന്താണ് 1 കോടി രൂപ അല്ലെങ്കിൽ 85 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് അതിൻ്റെ വാല്യൂ കൂടുന്നു. ഒരു കാലത്ത് കേരളത്തിൽ വിലയുണ്ടായിരുന്ന സ്ഥലങ്ങൾ, പ്രോപ്പർട്ടീസ്, വീടുകൾ ഇന്ന് വിലയില്ല. അതാ ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിൻ്റെ അതേ ഫ്രെയിം വർക്കാണ്. ചിലത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചിലത് ചുരുങ്ങും. ഇതിലെന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എന്താണ് ചുരുങ്ങുന്നത്? ഇത് വിഷനോടുകൂടി ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവർ നമ്മളല്ല ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവർ. ഈ പറയുന്ന വിഷൻ ഉള്ളവൻ സെറ്റ് ചെയ്യുന്ന ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ലൈഫിലും മാറ്റങ്ങൾ വരുവാണ്. ഇത് സാധാരണക്കാരന് മനസ്സിലായിട്ടില്ല. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, യു ഹാവ് ടു ബി ഇൻ സെയിൽസ് ഓർ യു ഹാവ് ടു ബി ഇൻ ബിസിനസ്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ ഉള്ള വ്യക്തിയാണേലും, ഇഫ് യു കാൻ തിങ്ക് ലൈക്ക് എ ബിസിനസ് മാൻ, നിങ്ങളുടെ പ്രൊഫഷനെ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കി കണക്കാക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, യു വിൽ ഫെയിൽ ഓൺ എ ഡേ. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷൻ ഇല്ലാതുള്ള ഒരു കാര്യവും, ഈ പറയുന്ന കേരളമായിക്കോട്ടെ, മറ്റെന്ത് സംസ്ഥാനമായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, അവിടുത്തെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്, പീപ്പിൾ. ആ ജനങ്ങളിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല എങ്കിൽ, ആ ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു കണക്റ്റഡ്നെസ് ഇല്ല എങ്കിൽ, ഒരു കണക്റ്റഡ്നെസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ മുകളിൽ നിന്ന് താഴെ വരെയുള്ള ആ പറയുന്ന ഹൈറാർക്കി അല്ലെങ്കിൽ ആ എന്താണോ കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത് അതിന് കോട്ടം സംഭവിക്കും, ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മുടെ സർക്കാരുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ഓർഗനൈസേഷനെ സംബന്ധിച്ചോ നമുക്ക് തനത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ആ ജനങ്ങളെ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ, വി ബിക്കം എ ഫെയിലിയർ. അതായത് ജനങ്ങളാണ് നമ്മുടെ ഇൻകം സോഴ്സ് എന്ന തോട്ടിൽ മാത്രം നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വി ആർ എ ഫെയിലിയർ. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ പറയുന്ന വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ച്, കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർക്ക് വരുന്ന ജനങ്ങളിൽ നിന്നുള്ള എന്താണ്, അവരുടെ ജനങ്ങൾ മാത്രമല്ല അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അവർക്ക് മറ്റു പല വരുമാന രീതികളുമുണ്ട്. സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എന്താണ്, ആ ജനങ്ങൾ മാത്രമാണ്. ആ ഒരു കോൺസെപ്റ്റാണ് അവർക്ക് എപ്പോഴും, ആ ഫിസിക്കലായിട്ട് കാണുന്നവയിൽ നിന്നാണ് എന്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണ്. അല്ല, ദേ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ്. അത് നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. അതാ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ വിജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സ്ഥാപനം നടത്തുന്നതിലായിരിക്കത്തില്ല. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള കച്ചവടമായിരിക്കാം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ബിസിനസ്സിലേക്ക് അവർ കടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിനകത്തുള്ള മറ്റു ചെറിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാടകയാകാം. ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അവർക്ക് ഇവോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു മോഡേൺ തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കുന്ന സെയിൽസ്മാനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞെടുത്ത് തന്നെ നിർത്തിയത് തന്നെ പറയാം. ആ ലിബറേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ ലിബറേറ്റർ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ സെയിൽസിൽ എന്താണ്, ആ സെയിൽസ് കൺവേർഷനിൽ ഒരു റീഫ്രെയിമിംഗ് നടക്കും. സെയിൽസ് കൺവേർഷനിൽ ഒരു റീഫ്രെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സെയിൽസ് പ്രൊസീജിയറിനകത്ത് അവർക്ക് ആ ലിബറേറ്റർ മൈൻഡ് സെറ്റിൽ അവർ പ്രവർത്തിക്കുമ്പോൾ, അവർക്ക് ആ കോൺസെപ്റ്റ് വർക്കൗട്ട് ആകുമ്പോൾ ഈ പറയുന്ന കസ്റ്റമർ അല്ലെ ക്ലയൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ കോൺവെർസേഷൻ, സംഭാഷണങ്ങൾ റീഫ്രെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന കസ്റ്റമർക്ക് ലിബറേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഉത്തരം പറയാവുന്ന
ചോദിക്കാൻ പറ്റും അല്ലേ? അവർക്ക് വളരെ ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റും. അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് എന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. കസ്റ്റമർക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? വി ആർ ഗിവിങ് ദം ഫ്രീഡം. വളരെ കൂളായിട്ട് നിന്ന് നമുക്ക് നമ്മളുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡ് നടത്തുവാനായിട്ട് കഴിയും. അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്? ആ കസ്റ്റമറുമായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാൻ കഴിയത്തില്ലേ? നമ്മളിലേക്ക് വരുന്നോ അല്ലെങ്കിൽ നമ്മൾ തേടി കണ്ടെത്തിയ ഒരു കസ്റ്റമറുമായിട്ട് നമുക്ക് നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അയാൾ വീണ്ടും വരില്ലേ? അയാളുടെ സുഹൃത്തുക്കളെ നമ്മളിലേക്ക് കൊണ്ടുവരില്ലേ? അയാളുടെ നെറ്റ്വർക്കിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം കൊണ്ടുവരില്ലേ? അപ്പം വിഷൻ തിങ്കിങ് ഉള്ള, ലിബറേഷൻ തിങ്കിങ് ഉള്ള ഒരു സെയിൽസ്മാൻ ആവണം നമ്മൾ. അതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പ്രോസസ്സ് വർക്കൗട്ട് ആക്കിയാൽ മതി, ഫലം താനെ പോന്നോളും. ഞാൻ പറഞ്ഞ സോൾ കോൺഷ്യസ് ആയിട്ടുള്ള വിഷൻ സെറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർ പ്രോസസ്സിലാണ് വിശ്വസിക്കുന്നത്, റിസൾട്ടിലല്ല. പ്രോസസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ട് റിസൾട്ട് വരും. അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ്സിലാണ്, പ്രക്രിയയിലാണ്. കസ്റ്റമറെ നമ്മൾ കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അവരെ നമ്മുടെ ആ പറയുന്ന എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ഭാഗമാക്കുമ്പോൾ ആ കസ്റ്റമർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, നമ്മളോട് എന്തെന്നില്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, നമ്മളോട് എമ്പതി വർക്കൗട്ട് ആക്കുന്നുണ്ട്. നമ്മുടെ ആ ട്രാൻസാക്ഷൻ പ്രക്രിയയിൽ നമ്മൾ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അത് സാധാരണ സെയിൽസ്മാൻമാരിലെ സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാവത്തില്ല, അവർ ഉപയോഗിക്കത്തുമില്ല. എന്താ ഇമാജിനേഷൻ എന്ന് പറയുന്നത്? ഇമാജിനേഷൻ ഈസ് ദ കീ ഓഫ് സക്സസ്. ഇമാജിനേഷൻ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അല്ലെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഇമാജിൻ. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന വസ്തുവകകൾ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന ആശയങ്ങളാണ് ഫിസിക്കലായിട്ട് സംഭവിക്കുന്നത്. ഒരു കോൺസെപ്റ്റ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെ ഒരു നാടിനെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. അവിടെ ഉള്ള എല്ലാ ജനങ്ങളുടെയും ചിന്തയിൽ നിന്നുണ്ടാവുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ചുറ്റും കാണുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ ചിന്ത ബെറ്റർ ആക്കിയാലോ, നമ്മൾ ആ പറയുന്ന കോമൺ അല്ലെങ്കിൽ എല്ലാവരും ചേർന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിനെ കുറിച്ചും ചിന്തിച്ച് നോക്കിക്കേ, എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. ആ കളക്റ്റീവ് വിസ്ഡം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ എല്ലാവരും തോട്ട് പ്രോസസ്സ് ബെറ്റർ ആക്കുന്നു, മികച്ചതാക്കുന്നു. ഞാൻ എൻ്റെ ഗ്രോത്ത് അല്ല, ആ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിലേക്കാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു കിണറിലേക്ക് എല്ലാവരും വെള്ളം ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കിണർ നിറയും. പക്ഷെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള മനുഷ്യരാവണ്ടേ? അങ്ങനെ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള സെയിൽസ്മാൻ ആവണ്ടേ? ഒരു വിഷണറി ബിസിനസ്സുകാരന് മാത്രമേ ഈ പറയുന്ന വിസ്ഡം, ജ്ഞാനമുണ്ടാവത്തുള്ളൂ. ശലോമോൻ ദൈവത്തിനോട് ചോദിച്ചതുപോലെ വിസ്ഡം ചോദിച്ചു മേടിക്കുക, വിസ്ഡം ആഗ്രഹിക്കുക, ജ്ഞാനം ആഗ്രഹിക്കുക. അല്ലാതെ പണവും പ്രതാപവും എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോഡക്ട്സിനോടപ്പുറത്തല്ല. ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ഒട്ടും ശാശ്വതമല്ല. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ, ഈ ജ്ഞാനം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ തേടി പോവണ്ട, നമ്മളെ തേടി വരും. ഒരു ന്യൂ സ്കൂൾ തിങ്കിങ് പ്രോസസ്സിലുള്ളൊരു സെയിൽസ്മാൻ അവൻ്റെ ട്രാപ്ഡ് ആയിട്ടുള്ള സോളിനെ അവൻ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഹി വിൽ ബിക്കം എ വിഷണറി. ആ വിഷണറി എന്താ ചെയ്യുന്നത്? അവൻ്റെ ആ ട്രൂ പൊട്ടൻഷ്യലാണ്. നമ്മളെല്ലാ വ്യക്തികളുടെയും ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒതൻറ്റിക് സെൽഫ് എന്ന് പറയും, അത് കിടക്കുന്നത് നമ്മുടെ സോളാണ്. കാണാത്തവയിലാണ്, കാണുന്നവയിലല്ല. കാണുന്നവ ലിമിറ്റഡ് ആണ്.
സോ സോളിനെ റിലീസ് ചെയ്യുമ്പോൾ, നമ്മുടെ വിഷനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ ആ ലിബറേഷൻ സംഭവിക്കുന്നു. നമ്മൾ ഫ്രീ ആയിക്കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ടെൻഷനില്ല, സ്ട്രെസ് ഇല്ല, ഭാവിയെപ്പറ്റി നമുക്ക് ഓവർ തിങ്കിങ് ഇല്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ആക്ച്വലി സ്ട്രെസ്ഡ്. ഫിയർ വലിയൊരു ഫാക്ടറാണ് മനുഷ്യരുടെ. ഫിയർ, ഭയം. കാണിച്ചു കൂട്ടുന്ന, ചിന്തിച്ചു കൂട്ടുന്ന സർവ്വകാര്യങ്ങളും ഭയത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ചിന്തകളിൽ മാത്രം ഉണ്ടാകുന്നതും നമ്മുടെ ചിന്തകളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന വഴക്കുകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ അതൊരിക്കലും മറ്റൊരു കുടുംബത്തെ ബാധിക്കണമെന്നില്ല. ആ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്തു കൂട്ടുന്ന ബോധമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഫലം നമ്മളും നമ്മുടെ വരും തലമുറകളും അനുഭവിക്കണോ? ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ്, നമ്മുടെ മരണത്തിന് ശേഷം ഉണ്ടാവുന്ന ജഡ്ജ്മെൻറ്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കറണ്ടായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ആരെടുക്കും? മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ജഡ്ജ്മെൻറ്റിനെ പറ്റി പറയാറില്ലേ? നമ്മൾ ഇന്നെടുക്കുന്ന ജഡ്ജ്മെൻറ്റ് ബെറ്റർ ആയിക്കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടന്നോളും. ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടേക്കിംഗ് ഡിസിഷൻസ്, ടേക്കിംഗ് ജഡ്ജ്മെൻറ്റ് അറ്റ് ദ പ്രസൻറ്റ് സ്റ്റേജ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ന്യൂജൻ സെയിൽസ്മാനെ സംബന്ധിച്ച് എല്ലാം ഒന്നാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് മൂന്നാണ്. അതായത് മോഡേൺ തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കുന്ന ഒരു സെയിൽസ്മാനോ വ്യക്തികളോ വിഷണറി ആണെങ്കിൽ ഈ പറയുന്ന പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഒന്നിച്ചു വരികയാണ്. അപ്പോൾ ഈ നിമിഷത്തെ എങ്ങനെ ബെറ്റർ ആക്കാം, പ്രസൻറ്റിനെ എങ്ങനെ ബെറ്റർ ആക്കാം. പ്രസൻറ്റിനെ നമുക്ക് ബെറ്റർ ആക്കാൻ കഴിഞ്ഞാൽ പാസ്റ്റ് വിൽ ബി ബെറ്റർ ആൻഡ് അവർ ഫ്യൂച്ചർ വിൽ ഓൾസോ ബി ബെറ്റർ. നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലാണ്. ആ സോളിനെ നമ്മൾ റിലീസ് ചെയ്ത് വിട്ടാൽ വി ആർ ആക്ച്വലി റിലീസിങ് അവർ ട്രൂ പൊട്ടൻഷ്യൽ. നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിനെ നമ്മൾ അൺലീഷ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനെ തുറന്നു വിടാനായിട്ടാണ്. ദാറ്റ്സ് കോൾഡ് ഫ്രീഡം ഓർ ലിബറേഷൻ. ആ ലിബറേഷൻ സ്റ്റേജിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവത്തില്ല, സ്ട്രെസ് ഉണ്ടാവത്തില്ല, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവത്തില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? വി ഹാവ് ടു തിങ്ക് ഇൻസൈഡ്, നോ ദൈസെൽഫ്. എന്താ നമുക്ക് സംഭവിക്കാത്തത്? നമുക്ക് മനസ്സിലാക്കാത്ത കാര്യം എന്താണ്? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ അസ്. ആ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ അസ്. ഈ വിത്തിൻ അസ് എന്ന് പറയുന്ന ആ ലൈറ്റ്, ആ പ്രകാശം എന്ന് പറയുന്നതിനെ നമ്മൾ എത്രയും മനോഹരമാക്കുക. നമ്മുടെ ഫിസിക്കൽ ഡെത്തിന് ശേഷം അത് എത്തേണ്ടിടത്ത് എത്തിക്കോളും. ദ പ്രോബ്ലം ഈസ് ദാറ്റ്, എന്താ പ്രശ്നം? നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ലൈറ്റിനെ മറന്നുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ വാലിഡേഷനേക്ക് പോവുകയാണ്. ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലുണ്ടോ? നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ പ്രകാശിപ്പിക്കുമ്പോഴാണ് പുറമേയുള്ള ദൈവം പ്രസാദിക്കുന്നത്. മനസ്സിലായോ? പുറമേയുള്ള ദൈവത്തെ ആരാധിക്കുമ്പോഴല്ല, നിന്റെ ഉള്ളിലുള്ള ആ വെളിച്ചം നീ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് നിന്നെ അയച്ചിരിക്കുന്ന പുറമേയുള്ള ദൈവം സന്തോഷവാനാകുന്നത്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്ന വണ്ണസിനെ കുറിച്ചാണ്, ഒന്നിനെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെ നമ്മൾ ഫോളോ ചെയ്യുന്നത് സെപ്പറേറ്റ്നെസ് ആണ്. ആ സെപ്പറേറ്റ്നെസ്സിൽ നിന്ന് വണ്ണസിലേക്ക് വരുവാനും നമ്മളുടെ ആ സോൾ ട്രാപ്പിനെ, അല്ലെങ്കിൽ ആ ട്രാപ്ഡ് ആയിട്ടുള്ള സോൾ ആർ വിഷനെ ബെറ്റർ ആക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമ്മളിലുള്ള
ആ ട്രൂ പൊട്ടൻഷ്യൽ മറ്റുള്ളവർക്ക് സ്വീകാര്യമാക്കുവാനും നമ്മളുടെ എക്സിസ്റ്റൻസ് കൊണ്ട് ലോകത്തിന് ബെറ്റർ ആവാനും സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളും എൻ്റെ കൂട്ടൊരു ലിബറേറ്ററായിട്ട് ചിന്തിക്കത്തില്ലേ? ലിബറേറ്ററിനെ പോലെ ചിന്തിക്കത്തില്ലേ? ഇപ്പം രക്ഷകൻ ആരാണ്? നമ്മളുടെ ട്രൈബിൻ്റെ രക്ഷകൻ നമ്മളാണ്. വി ആർ ഹിയർ ഫോർ ഹെൽപ്പിംഗ് ഓർ ഗൈഡിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മുടെ കയ്യിലൊരു പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ പ്രോഡക്റ്റോ സർവീസോ ആക്കി മാറ്റിയ ശേഷം അത് വാങ്ങിക്കുവാനോ സെർവ് ചെയ്യുവാനോ ഒരു ട്രൈബിനെ നമ്മൾ കണ്ടെത്തണം. ആ ട്രൈബിൻ്റെ ഗ്രോത്ത് ആയിരിക്കണം, അവരുടെ ഇവോൾവിങ് ആയിരിക്കണം, അവരുടെ ബെറ്റർമെൻ്റ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. അതാണ് നമ്മുടെ സോളിനെ, അല്ലെങ്കിൽ നമ്മുടെ സോൾ ട്രാപ്ഡ് ആയിരിക്കുന്ന ഈ 3D മെട്രിക്സിൽ നിന്നുള്ള മോചനം. ഇപ്പം ലിബറേറ്റർ ആകുവാനായിട്ട് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവില്ലേ? സോ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.